അവസാനം ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ രൂപത്തിൽ അവിടുത്തെ അരികിൽ നിന്ന് ബറക്കത്തെടുത്ത രൂപത്തിൽ സാലിഹീങ്ങളായ ആളുകളിൽ നിന്ന് ബറക്കത്തെടുക്കാൻ പാടുണ്ടോ? സംശയം വേണ്ട, പാടില്ല. ചില ഉലമാക്കൾ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അവർക്ക് സംഭവിച്ചത് അബദ്ധമാണ്. എന്തുകൊണ്ട് അബദ്ധമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഏറ്റവും അഫ്ദലായ ഈ ഉമ്മത്തിലെ വ്യക്തി ആരാണ്? അബൂബക്കറിൻ അസ്സദ്ദീഖാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ മുടി ഏതെങ്കിലും ഒരു ആൾ കയ്യിൽ വെച്ചിരുന്നോ? വസ്ത്രം കൊണ്ട് ബറക്കത്തെടുത്തിരുന്നോ? ഉമിനീര് കൊണ്ട് ബറക്കത്തെടുത്തിരുന്നോ? അബൂബക്കറിൻ അസ്സദ്ദീഖിന് ശേഷമുള്ള ആളുകളെല്ലാം ഒരിക്കലും അബൂബക്കറിൻ അസ്സദ്ദീഖിന്റെ സ്ഥാനത്തിനോളം ഒരാളും ഇനി എത്തുകയില്ല. ഒരാളെത്തില്ല. അബൂബക്കറിൻ അസ്സദ്ദീഖിൻ്റെത് ഒരാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി വേറുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ മുടിയോ ഒരാളുടെ ചില ആൾക്കാരുടെ ഈ വെള്ളം കുറച്ച് കുടിച്ചിട്ട് കഴിഞ്ഞാൽ അതിന് ബർക്കത്തിരിക്കട്ടെ. തൗഹീദിൻ്റെ കാര്യത്തിൽ തമാശ പറയരുത്, തമാശക്കാണെങ്കിൽ പോലും. അതേപോലെ ചില ആളുകൾ സലാം കൊടുത്താൽ പണ്ഡിതന്മാർക്കോ അതല്ലെങ്കിൽ സാലിഹീങ്ങൾക്ക് സലാം ഏതെങ്കിലാക്കിയത് ബറക്കത്തുള്ള മനുഷ്യനല്ലേ, ബറക്കത്തിരിക്കരുത്, ഹറാമാണ്. ബറക്കത്ത് എന്ന ഉദ്ദേശത്തിലാണ് എങ്കിൽ ഹറാമാണ്. ചില ശീലത്തിൽ ചെയ്യും. ബറക്കത്തെടുക്കുക എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ അത് ഹറാമാണ്. സാലിഹീങ്ങളെ കൊണ്ട് ബറക്കത്തെടുക്കരുത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൊണ്ട് സ്വഹാബികൾ ബറക്കത്തെടുത്തിരുന്നു, അതുകൊണ്ട് സാലിഹീങ്ങളെ കൊണ്ട് ബറക്കത്തെടുക്കാം എന്ന് ഒരാൾ പറയുന്നു എങ്കിൽ അത് യഥാർത്ഥത്തിൽ വലിയ അബദ്ധമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തുല്യനായ ഒരാൾ പോകട്ടെ, അവിടുത്തെ പദവികളിൽ 1000-ൽ 1 അംശമുള്ള ഒരാൾ പോലും വേറെ ആളുകളിൽ ഇല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ കാര്യത്തിൽ മറ്റുള്ളവരോട് താരതമ്യം ചെയ്യുക എന്നത് ഒരിക്കലും പാടില്ല, അബദ്ധമാണ്, തെറ്റായ കാര്യമാണ്.